നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇവിടെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഒരു നാടിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇതിനോടകം ഈ ഇവിടുത്തെ ഈ തടാകവും ഇവിടുത്തെ ഈ വാക്ക്വേ ഒക്കെ. ഇതെങ്ങനെയാണ് നാട്ടുകാർ ഉപയോഗപ്പെടുന്നത്? ഇത് പ്രധാനമായും രാവിലെ നടക്കാനും വൈകുന്നേരത്തെ ഉല്ലാസത്തിനൊക്കെ ആയിട്ടാണ് ഇവിടെ നാട്ടുകാർ ഉപയോഗപ്പെടുത്തുന്നത്. നാട്ടുകാർ മാത്രമല്ല, ഇപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇവിടുത്തെ MLA-യും മന്ത്രിയുമായിട്ടുള്ള രാജീവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകൾ, ലൈബ്രറികൾ എല്ലാം ചേർന്നുകൊണ്ടുള്ള വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഏറ്റവും ഫലപ്രദമായി തന്നെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ തൊട്ട് 5 മണി തൊട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ ഒരു നിര തന്നെ ഉണ്ടല്ലേ, ഈ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ എത്തുന്ന ആൾക്കാർ? ഉണ്ട്. അവരെ അങ്ങനെ വരാനാവശ്യമായിട്ടുള്ളൊരു ഭൗതിക സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പൺ ജിമ്മും അതേപോലെ തന്നെ എല്ലാ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് നടക്കാനാവശ്യമായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. നാട്ടുകാർ ഉപയോഗിക്കുന്ന വഴിയാണ്. ആ വഴി സംബന്ധിച്ചിപ്പോൾ അത് ടൈൽ ചെയ്ത് മനോഹരമാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി MLA തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരും. ഇത് ടൂറിസം മന്ത്രി തന്നെ ഇവിടെ ഈ കഴിഞ്ഞ പഴന്തോട് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഇത് കുറേ കൂടി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള, മനോഹരമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയെല്ലാം സ്വീകരിക്കും എന്ന് അദ്ദേഹം തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലും ചില കാര്യങ്ങൾ ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ് പഞ്ചായത്തിനുള്ളത്. ആ പ്രതീക്ഷകൾ എന്തായാലും നടക്കട്ടെ. കൂടുതൽ സുന്ദരമാകുമ്പോൾ ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. നാട്ടുകാരും ഉണ്ട്, ഒരു മെസ്സി, ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ വന്നേ, പിള്ളേരൊക്കെ ഉണ്ടല്ലേ? അതെ. ഇവിടെ വീട് ഇവിടെ തന്നെയാണോ? ഈ ഒരു വാക്ക്വേ, നമ്മുടെ പഴന്തോട് വാക്ക്വേ, ഇവിടെ ഒരുപാട് പേര് രാവിലെ എത്താറുണ്ടല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു രീതി? എങ്ങനെയാണ് ഈ എക്സസൈസിനൊക്കെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ടെന്ന് കണ്ടു. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇബ്രാഹിം കുഞ്ഞ് MLA തുടങ്ങി വെച്ചൊരു സംരംഭമാണ് ഈ ഒരു പഴന്തോട് ഫെസ്റ്റ് നന്നാക്കുക. ഇങ്ങനത്തെ തോടിനെ നവീകരിച്ചതെന്ന്. അതിനുശേഷം അടുത്ത മന്ത്രി P. രാജീവ് അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായിട്ട് വാക്ക്വേയും നമ്മുടെ കാണുന്ന നമ്മുടെ ഈ പറഞ്ഞ പാർക്ക് എല്ലാം വന്നു. 2 വർഷം മുമ്പ് ശ്രീ സുജിത്ത് സുജിത്ത് പ്രതീഷ് ഇങ്ങനെയുള്ളവരുടെ ഒരു ആശയം, നമുക്ക് ഈ മലയാറ്റൂർ നക്ഷത്ര തടാകം കാണാൻ പോകണ്ട, പകരം നമുക്കൂടെ നക്ഷത്ര തടാകം തുടങ്ങാം. ആ ഒരു ആശയം നമ്മളോട് പോയിരുന്നു. ഇതുപോലെ മോർണിംഗ് വാക്കിന് മലയാറ്റൂർ പോയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആശയം നല്ലൊരു അങ്ങനെ ഒരു ആശയത്തിന്റെ പുറത്ത് നമ്മൾ ഒരു സംരംഭം തുടങ്ങിയാണ്. ഇവരാണ് ഇതിന്റെ മുൻകൈ എടുത്ത്. ഇതെന്റെ മകളാണ്. പിന്നെ ഉള്ള ഈ കുട്ടികൾ, ഈ ചെറിയ കുട്ടികൾ മുതൽ ഈ പഴന്തോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പോളം മൂടി വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് ഈ കുട്ടികൾ വരെ അണാർക്കണ്ണം തന്നാലെ അതുകൊണ്ട് പോളെല്ലാം വാരി ഈ പരുവത്തിലാക്കിയത് ഈ കുട്ടികളാണ്. അപ്പൊ അവരോട് ചോദിക്കാം, അവരാണ് മാതൃകയാണ്. മെസ്സി ഫാനാണോ? ആദ്യം അത് ചോദിക്കാം. അതെ, ഞാനും. അതുകൊണ്ടാണ്. ഇയാളോ? മെസ്സി തന്നെയാണ്. ആരുടെ ജേഴ്സി ഇത്? കേരള ബ്ലാസ്റ്റേഴ്സിനാണോ? കുടുംബമായിട്ട് മെസ്സി ഫാൻസാ. ലൂണയാണ്. അതെ, എന്നാലും മെസ്സി ഇഷ്ടല്ലേ? അപ്പൊ മോനെ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറയൂ, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് മാതൃകയാക്കട്ടെ പിള്ളേരെ. ഇവിടെ എല്ലാ കുളങ്ങളും ഇതൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ പരിപാടി നടത്താം, അതായിരിക്കും നല്ലത്. അപ്പൊ ചെറുത് മോൻ ഈ പറയുന്ന പോലെ ഇങ്ങനെ വൃത്തിയാക്കാനൊക്കെ കൂടാറുണ്ടോ? വെരി ഗുഡ്. നേരത്തെ പറഞ്ഞു സുജിത്തും ടീമുമാണ് ഇതിന്റെ മുന്നിൽ നിന്ന ആൾക്കാർ അല്ലെ? 2 പേരുണ്ട്. ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രവർത്തനം? എങ്ങനെയായിരുന്നു പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ കേന്ദ്രീകരിച്ച് ഈ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഒരു 3-4 ക്ലബ്ബുകളുണ്ട്. അതുപോലെ SNAC ക്ലബ്ബ്, കരീബിയൻസ് ക്ലബ്ബ്, അതുപോലെ മിലീനിയം. അപ്പോൾ ഈ ക്ലബ്ബിലെ കുട്ടികൾ ചേർന്നിട്ടൊരു നമ്മളൊരു മീറ്റിംഗ് കൂട്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തിയാലോ എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മലയാറ്റൂർ തടാകം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മളത് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി ഇതിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം. ഇത്തവണ അതിലും ഗംഭീരമായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ലയലോ പഴന്തോന്നുള്ള ബോർഡ് വന്നത് തന്നെ ഈ വർഷമാണ്. അതുപോലെ ഫൗണ്ടൻസ് വകരെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ, ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയവരുടെ വരെയുള്ള ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതിൽ ജനങ്ങളുടെ മൊത്തം പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും ഇതിലും ഗംഭീരമായിട്ട് ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് മീഡിയയിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. അതിന്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്ന് അങ്കമാലിക്ക് അടുത്ത് ഇതുപോലൊരു നക്ഷത്ര തടാകമുണ്ട് അല്ലെ? അപ്പം അവിടെ നമ്മൾ പോയിരുന്നു. അപ്പോൾ ജനപങ്കാളിത്തത്തോടുകൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഉദാഹരണമാണ്. അപ്പൊ അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് എന്താ അറിയോ? ഒരു കുട്ടി ലൈബ്രറി, ഒരു ഒറ്റ കുഞ്ഞു ഓപ്പൺ ജിമ്മിന്റെ അടുത്തുണ്ട് അല്ലേ? അപ്പൊ സ്വയം അതിൽ നിന്ന് പുസ്തകം
രാജീവ് മിനിസ്റ്റർ എന്നാണ് ഈ പ്രാവശ്യം അങ്ങനെ കോൺട്രിബ്യൂഷൻ പലതും തന്നാണ്. പാർക്ക് രാജീവ് മിനിസ്റ്റർ എന്നാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയത്. ഇബ്രാഹിം മിനിസ്റ്ററാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 2 മിനിസ്റ്റർമാരുണ്ടായിരുന്നു. അപ്പോ നാട്ടുകാരെല്ലാം സപ്പോർട്ട് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഇത്രയും ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇല്ല, പക്ഷെ എല്ലാവരും ഇല്ല മുന്നിൽ നിൽക്കുന്നവരാണ്. അങ്ങനെയാണ് വേണ്ടത്. ഒരു പോലീസിന്റെ സംരക്ഷണം ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഇത്രയും ഇവിടെ ശരിക്കും പറഞ്ഞാൽ 10,000-കണക്കിന് ആൾക്കാർ വന്നു. ഒരു സംരക്ഷണവും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഉണ്ടാവും ഇവിടെ. അങ്ങനെ സ്ത്രീകൾ മാറ്റി നിൽക്കുക അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കുറെ ചേച്ചിമാരുണ്ട്, രാവിലെ വരും. ഇവർ ക്ലീനിങ് ചെയ്യുമ്പോൾ ഇവിടെ ഫുഡ് അവരുടെ വകയായിരിക്കും. അങ്ങനെ എല്ലാം നമുക്ക് എല്ലാ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ നമ്മളെല്ലാം യെസ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നാട്ടുകാരുടെ ഒരു സംരംഭമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഇതിന്റെ എന്താണ് സുഖം രാവിലെ തൊട്ട് അനുഭവിക്കുന്നതാണ് ഇവരൊക്കെ. അപ്പൊ പല രീതിയിൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഈ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്താണ് നമ്മളെ ഡാൻസ് ക്ലാസ്സിന്റെ ഒരു പോസ്റ്ററാണ്. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച പഴയതുള്ള ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റേതായ ഒരു പോസ്റ്റർ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ തന്നെയാണ് ഇവിടെയല്ല, സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അമ്മമാർ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ആഴ്ച ഒരു ഫ്രീ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നർത്തകി ഫിറ്റ്നസ് സെന്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സമ്മർദ്ദമൊക്കെയുള്ള ഇവിടെ അമ്മമാർക്ക് PCOD, തൈറോയ്ഡ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മെയിനായിട്ട് തടി കുറയ്ക്കാം എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് എല്ലാവരും അമ്മമാരെ നോക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് ഒരു ഫ്രീ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ നർത്തകി ഫിറ്റ്നസ് സെന്റർ. നല്ല കാര്യമാണ്. സമ്മർദ്ദമുള്ള അമ്മമാരൊക്കെ വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഒരു വാർത്തയിലേക്കൂടെ പോകേണ്ടതുണ്ട്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ.